അങ്ങനെ ആവരുത് ഒരു പ്രവർത്തകൻ എന്നതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി മെക്കാനിസം ഈ പ്രവർത്തകരിൽ പ്രയോഗിക്കുന്നത്. അതിന് ഈ പ്രസ്ഥാനം പറയുന്ന ഒരു ഖുർആനികമായിട്ടുള്ള പ്രയോഗം തസ്കിയത്ത് എന്നുള്ളതാണ്. ആ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തകനെ സംസ്കരിച്ച് വളർത്തി ഉയർത്തി കൊണ്ടുപോവുക. ജമാഅത്ത് ഇസ്ലാമിയുമായി ബൈഅത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തകനോടുള്ള ജമാഅത്തിന്റെ കമ്മിറ്റ്മെന്റ്, ജമാഅത്തിന്റെ ഗ്യാരണ്ടി എന്താണെന്ന് ചോദിച്ചാൽ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി സംഭവിച്ചു പോകുന്ന പോരായ്മകൾ തിരുത്താൻ ജമാഅത്ത് ഇസ്ലാമി സമയം കണ്ടെത്തും. നിങ്ങളുടെ കുടുംബജീവിതം ഊഷ്മളമാവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ സ്വർഗീയമാക്കുവാനുമുള്ള പരിശ്രമം ജമാഅത്ത് ഇസ്ലാമി നടത്തും. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നിങ്ങൾക്ക് ഹലാൽ ഹറാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ജമാഅത്ത് ഇസ്ലാമി നൽകും. മാത്രമല്ല, ഒരു സമൂഹത്തിൽ എങ്ങനെ നല്ലൊരു മുസ്ലിമായി ജീവിക്കേണ്ടത് എന്ന് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ പ്രവർത്തകരെ എല്ലാ ഘട്ടങ്ങളിലും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ തുടരുമ്പോൾ നാളെ വരാനിരിക്കുന്ന പാരമ്പര്യ ലോകത്ത് പടച്ചതമ്പുരാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കൂടി കഴിയണം എന്നതിൽ ഒരു നിർബന്ധ ബുദ്ധി ഈ പ്രസ്ഥാനം കാണിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈ പ്രവർത്തകരെ സംഘടിപ്പിച്ച് അങ്ങനെ സംസ്കരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് ഈ പ്രസ്ഥാനത്തെ പ്രചോദിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ ഇസ്ലാമിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് തിരുസുന്നത്താണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാന പ്രമാണങ്ങളായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആനിനെതിരെ, തിരുസുന്നത്തിനെതിരെ ഈ പ്രസ്ഥാനം എന്തെങ്കിലും ഒരു കാര്യം ഈ കാലം അത്രയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഖുർആനിലും സുന്നത്തിലും വിശ്വാസമുള്ളിടത്തോളം കാലം ഒരു ഘട്ടത്തിലും ഈ പ്രസ്ഥാനം അതിനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കുകയും ചെയ്യുകയില്ല. ഒരുപക്ഷെ പണ്ഡിതന്മാരുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവും. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ പറയുന്നത് ഒരു തരത്തിലാണെങ്കിൽ മറ്റു ചില സംഘടനയിലെ പണ്ഡിതന്മാർ പറയുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. അതല്ലാതെ നേർക്ക് നേരെ ഖുർആനിന് ഘടകവിരുദ്ധമായി, തിരുസുന്നത്തിന് ഘടകവിരുദ്ധമായ ഒരു നിലപാട് ഈ പ്രസ്ഥാനം ഒരു കാരണവശാലും സ്വീകരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ട സംഗതിയാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ചു പോയി എന്ന് വെക്കുക വാദത്തിന്, അങ്ങനെ വന്നാൽ ആരെങ്കിലും ഒരാൾ സ്നേഹബുദ്ധിയാണ് ഇത് നിങ്ങൾ പറഞ്ഞത് ചെയ്തത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഈ പ്രസ്ഥാനം ആ സന്ദർഭത്തിൽ അത് തിരുത്താനും തയ്യാറാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സദസ്സുമായി പങ്കുവെക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമായി ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചിരുന്നത് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ലക്ഷ്യമാണ്. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമി അത് ആദർശമാണെങ്കിലും ലക്ഷ്യമാണെങ്കിലും അതൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ആ ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ആ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചപ്പോൾ മൊത്തം സമൂഹത്തിനകത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായി. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ അതിന് മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ദൈവിക വ്യവസ്ഥ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ എന്താണോ അർത്ഥമാക്കുന്നത് ഈ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ്. ആകാശ ലോകത്ത് ആരുടെ വ്യവസ്ഥയാണ് നടക്കുന്നത്? ആകാശ ലോകത്ത് നടക്കുന്നത് അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെതായിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്. സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാവട്ടെ, എല്ലാം സൗരയൂഥം ആസകലം. അവിടെ എന്തെങ്കിലും ഒരു ഏറ്റുമുട്ടൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സൂര്യന് ഒരു ദിവസം കുറച്ചൊക്കെ താണു വന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. സൂര്യൻ ഒരു ദിവസം ഉദിച്ചിട്ടില്ല എന്ന് നമുക്ക് അനുഭവമില്ല. അള്ളാഹുവിന്റെ വ്യവസ്ഥ പാലിക്കുന്നത് കൊണ്ട് ആ വാനലോകത്ത് വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. എന്നാൽ മനുഷ്യർ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ സമാധാനമില്ല. കാരണം എന്താണ്?
കാരണം ഈ മനുഷ്യർ അള്ളാഹുവിന്റെ വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. ഈ അള്ളാഹുവിന്റെ വ്യവസ്ഥ എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുക. ഈശ്വരന്റെ വ്യവസ്ഥ, ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണക്ക് ഇടം സാധാരണഗതിയിൽ ഉണ്ടാവില്ല. ആകാശ ലോകത്ത് ഈശ്വരന്റെ വ്യവസ്ഥയാണെങ്കിൽ ഈ ഭൂമി ലോകത്തും ഈശ്വരന്റെ വ്യവസ്ഥയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു പക്ഷേ നമ്മൾ പറയുമ്പോൾ മാത്രമാണ് തെറ്റുണ്ടാവുക. മഹാത്മാഗാന്ധിക്ക് പറയാം, ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ്. അതാരും അന്ന് മുതൽ ഇന്ന് വരെ വളരെ ചെറിയ ഒരു ചിത്രശക്തികളല്ലാതെ അതിനെ വിമർശിച്ചിട്ടില്ല. അതേപോലെ ദൈവീക വ്യവസ്ഥ ഇവിടെ വേണമെന്ന് പറയുമ്പോൾ അതിൽ തെറ്റ് കാണേണ്ട കാര്യമില്ല. എന്നാൽ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അതിൽ വമ്പിച്ച രീതിയിൽ തെറ്റ് കാണുകയും വലിയ വിവാദമാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ത് ചെയ്തു? ജമാഅത്ത് ഇസ്ലാമി ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു, നിങ്ങളിത് പറയരുത്, പറഞ്ഞാൽ അത് തെറ്റാണ്, തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ജമാഅത്ത് ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന അതിന്റെ ലക്ഷ്യത്തെ മാറ്റി. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നേർക്കുനേരെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ലക്ഷ്യമായി അള്ളാഹു പരിചയപ്പെടുത്തി തന്നിട്ടുള്ള, എന്നാൽ ആ പ്രവാചകന്മാരെ പിൻപറ്റുന്ന സകലമാന സത്യവിശ്വാസികളും ഇതാണ് ലക്ഷ്യമായി അംഗീകരിക്കേണ്ടത് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമി അതിന്റെ ലക്ഷ്യമായി വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കകം തന്നെ തിരുത്തി സ്ഥാപിക്കുകയുണ്ടായി. ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇഖാമത്തുദ്ദീൻ ആണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ലക്ഷ്യം സ്വീകരിക്കാൻ എവിടെയാണ് തെളിവ്? നിങ്ങൾക്ക് മാത്രം അങ്ങനെ ലക്ഷ്യമുണ്ടാവാൻ എന്താണ് ന്യായം എന്നൊരാളോട് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ന്യായം, അത് വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൽ സൂറ അശ്ശൂറ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദീർഘമായ ആയത്തിലൂടെ ഈ കാര്യം നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് കൃത്യമായി നമ്മൾ പഠിച്ചാൽ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രം ലക്ഷ്യമായി പരിമിതപ്പെടേണ്ട ഒരു കാര്യമല്ല. എല്ലാ മുസ്ലിം സംഘടനകളുടെയും എല്ലാ മുസ്ലിങ്ങളുടെയും ലക്ഷ്യമായിട്ട് വരേണ്ട ഒരു സംഗതിയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന പലർക്കും ആ ആയത്ത് സുപരിചിതമായിട്ടുള്ള ആയത്തായിരിക്കും. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ്. ശറഅ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്താക്കിയിട്ടുണ്ട്. ശരീഅത്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിയമമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. മിനദ്ദീൻ, ഈ ദീനിൽ അല്ലാഹ് നമുക്ക് ദീനിൽ ഒരു കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏതാണ് ആ കാര്യം? അല്ലാഹ് പറയാണ് നമുക്ക് തിരിയാൻ വേണ്ടി. പെട്ടെന്ന് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാ വസ്സൈനാ ബിഹി നൂഹ, നാം നൂഹിനോട് പറഞ്ഞത്. എന്തുകൊണ്ട് ആദം നബിയെ ഒഴിവാക്കി അല്ലാഹ് നൂഹിനെ ഉദാഹരിച്ചു എന്നതിന് പണ്ഡിതന്മാർക്ക് നല്ല നിലപാടും അഭിപ്രായമുണ്ട്. നമുക്കെന്നെ അറിയാം. നമ്മള് അവലു റസൂൽ എന്ന് പറഞ്ഞാൽ ആദ്യം ആരുടെ പേരാ പറയാ? അവലു റസൂൽ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിലാണ് തുടങ്ങുക. എന്നാൽ ആദ്യത്തെ നബി ആരാണ്? ആദ്യത്തെ നബി ആദം നബിയാണ്. അവലു റസൂൽ എന്ന് പറയുമ്പോൾ നൂഹ് നബിയെ കൊണ്ട് നമ്മൾ തുടങ്ങുന്നത് അതിന് വേറൊരു ന്യായവും കാരണമുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹ് പറയാണ് നിങ്ങൾക്ക് നിർബന്ധമാണ്. ആർക്ക്? നിങ്ങൾക്ക്. അവർക്കല്ല, അവർക്കുണ്ട്. പക്ഷെ നമ്മളോടാണല്ലോ പറയുന്നത്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക, പ്രവാചകരെ താങ്കളോട് ഞാൻ വഹിയായിട്ട് നൽകിയത്. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ, ഇബ്രാഹിം, മൂസ, ഈസ എന്നീ പ്രവാചകന്മാരോടും ഞാൻ വസിയത്ത് ചെയ്തത്. ഇവിടെ രണ്ട് ഖുർആനിക പദത്തെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. നമ്മളെല്ലാം ഖുർആൻ പഠിക്കുന്ന ആളുകളല്ലേ. ഒന്ന് ശറഅ എന്ന് പറയുന്ന ആ പദം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ ഗൗരവം നമ്മൾ കാണണം.
ശറഅ എന്ന് പറഞ്ഞാൽ നിയമമാക്കി, ശരീഅത്താക്കി, നിർബന്ധമാക്കി. അതിൽ നമുക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വളരെ ഗൗരവപ്പെട്ട ഒരു പ്രയോഗമാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രയോഗം എന്താണ്? അള്ളാന്റെ ഈ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് വസ്സൈന എന്ന് പറയുന്ന പ്രയോഗമാണ്. വസ്സൈന എന്ന് പറഞ്ഞാൽ വസിയത്ത് നിന്ന് വരുന്നതാണ്. നമ്മൾ സാധാരണ വസിയത്ത് എന്ന പ്രയോഗം നടത്തുന്നത് എപ്പോഴാണ്? ഏത് ഘട്ടത്തിലാണ്? ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെ മറ്റൊരു ഭാഷയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വയന്നു പറഞ്ഞു എന്ന് പറയാം, അല്ലേ? അങ്ങനെ പറയാലോ. വയന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വയന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സാധാരണ വസിയത്തിന് എന്താ പറയുക അർത്ഥം? ഉപദേശിച്ചു എന്നല്ലേ നമ്മൾ പറയുക. എന്നാൽ ഈ വസിയത്ത് എന്ന് പറയുന്ന പദവും വയലെന്ന് പറയുന്ന പദവും തമ്മിൽ ആശയപരമായിട്ട് തന്നെ വലിയ വ്യത്യാസമില്ലേ? ഇതിനും വസിയത്ത് എന്ന് ഉപദേശിച്ചു എന്നും വയലു എന്ന് പറയുന്നതിനും ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യോജിക്കുമോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കു വരുന്നുണ്ടോ? അപ്പൊ വയലെന്ന് പറഞ്ഞാലും ഉപദേശിച്ചു, വസിയത്ത് എന്ന് പറഞ്ഞാലും ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ യോജിക്കൂലോ. എങ്ങനെയാണ് വസിയത്തിന്റെ അർത്ഥം നമുക്ക് കൂടുതൽ ഗൗരവത്തിൽ മനസ്സിലാക്കുക? നിങ്ങളെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവുകയാണ്. മരിച്ചു പോകുമ്പോൾ അവസാനമായി അവര് ഒരു വർത്താനം പറയും, അല്ലേ? അതിനെന്താ നമ്മൾ പറയാ? എന്താ പറയാ? അതിനാ നമ്മളെ വസിയത്ത് എന്ന് പറയാ. വലിയ ആനക്കായൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. മോനെ, നീ എൻ്റെ മക്കളെല്ലാം നോക്കണേ, ബാക്കിയുള്ളവര്. ഉപ്പ പറയും, ഞാൻ ഇതാ മരിച്ചു പോവുകയാണ്, നീ ഉമ്മാനെ ശരിക്കും നോക്കണേ. ആര് പറയൂ? ചില ഉപ്പ പറയും. ഉമ്മ ഒരിക്കും അങ്ങനെ പറയും. വളരെ അവ്യക്തമായി, സുദീർഘമല്ലാത്ത, വളരെ ഒറ്റപ്പെട്ട പദാവലിയെ നമ്മളെന്ത് പറയും? വസിയത്ത് എന്ന് പറയും. എന്താ കാര്യം? അത് ചെറുതാണെങ്കിലും അത് കേവലം ഒരു വയറല്ല, അത് ഗൗരവപ്പെട്ട ഒരു വർത്തമാനമാണ്. അപ്പൊ അള്ളാഹ് ഇവിടെ ഈ സൂറത്തിൽ എന്നതിൽ ശറഅ എന്ന് പറഞ്ഞതും വസിയത്ത് എന്ന് പറഞ്ഞതും നമുക്ക് എത്ര ഗൗരവത്തിൽ തോന്നിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ് എന്നാണ് ഈ 5 പ്രവാചകന്മാരോടും അള്ളാഹ് പറയുന്നത്. എന്നാൽ അതിനുശേഷം എന്താ ഈ വസിയത്ത്? അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഈ വസിയത്ത് എന്താണ്? നിങ്ങൾ ഈ ദീനിനെ സ്ഥാപിക്കണം. നിങ്ങൾ ഈ കാര്യത്തിൽ ഭിന്നിക്കരുത്. നമുക്ക് ആകെ കൂടി എന്തെങ്കിലും ഭിന്നിപ്പെട്ടെങ്കിൽ ഈ ഒറ്റ കാര്യത്തിലെ ഭിന്നിപ്പുള്ളൂ. ദീൻ സ്ഥാപിക്കണോ വേണ്ടേ? ദീൻ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അട്ടിമറി പ്രവർത്തനമാണ് എന്ന് നമ്മൾ ധരിക്കരുത്. ദീൻ സ്ഥാപിക്കുന്നതിന് കുറെ മാർഗങ്ങളുണ്ട്, ഘട്ടങ്ങളുണ്ട്. എനിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആദ്യമായി സ്ഥാപിക്കാൻ എൻ്റെ മനസ്സിലാണ്. ജമാഅത്ത് ഇസ്ലാമി അതിന്റെ പ്രവർത്തകരോട് പറയുന്നത്, നിങ്ങൾ ദീൻ നിങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കണം. രണ്ടാമതായി നിങ്ങളുടെ ദീൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിക്കണം. മൂന്നാമതായി നിങ്ങളുടെ ഈ ദീൻ നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കണം. നാലാമതായി നിങ്ങളുടെ ഈ ദീൻ നിങ്ങളുടെ നാട്ടിൽ സ്ഥാപിക്കണം. ഇതൊരു മുസ്ലിം പറയേണ്ടതല്ലേ? ഇത് മറച്ചു വെക്കേണ്ടതാണോ? ഇത് പറഞ്ഞാൽ എന്തെങ്കിലും ആകാശം പൊളിഞ്ഞ് പോവുമോ? ആരെങ്കിലും അങ്ങനെ ആകാശം ഇടിഞ്ഞ് പോകും എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ നമുക്ക് അനുവാദം നൽകുന്ന ഒരു അവകാശമല്ലേ അത്? പക്ഷെ അത് പറയുമ്പോൾ എങ്ങനെ പറയണം? എന്ന് പറഞ്ഞ പോലെ പറയണം. നല്ല ഹിക്മത്തോടുകൂടി, സതുപദേശത്തോടുകൂടി ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ജമാഅത്ത് ഇസ്ലാമി അതിന് ലക്ഷ്യമായി അംഗീകരിക്കുന്നത് ഈ ഇഖാമത്തുദ്ദീനാണ്. ഇത് കേവലം ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രം ലക്ഷ്യമല്ല, എല്ലാ മുസ്ലിം സംഘടനകളുടെയും ലക്ഷ്യം ആയി അവരുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെക്കേണ്ട കാര്യമാണ്. എല്ലാ മുസ്ലിമും ഈ ലോകത്ത് അല്ലാഹു ഒരു അനുഗ്രഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ എന്റെ ദൗത്യം ഇതാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം കൂടെ അവസാനിപ്പിക്കും. മറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ജമാഅത്ത് ഇസ്ലാമിക്ക് ലക്ഷ്യം മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ആദർശം കൂടിയുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രം എന്തെങ്കിലും ഒരു പ്രത്യേക ആദർശമോ എന്ന് ഒരുപക്ഷെ അങ്ങനെ പറയുമ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശം എന്ന് പറഞ്ഞാൽ അത് ജമാഅത്ത് ഇസ്ലാമി കണ്ടുപിടിച്ച പുതിയൊരു ആദർശമല്ല.
ആ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആദർശമാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആദർശം എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തോട് പ്രഖ്യാപിച്ച ആദർശമാണ്. ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആദർശം എന്തായിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഈ പ്രവാചകന്മാർ പറഞ്ഞതായിരിക്കണം ആദർശം എന്ന് തീരുമാനിച്ച് അതിന്റെ ഭരണഘടനയിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രവാചകന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആദർശം ഇതാണ് എന്ന്? അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്, ആ ഹദീസ് ഇങ്ങനെയാണ്: അഫ്ളു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെല്ലാം നമ്മളെ മനസ്സിൽ എഴുതി വെക്കണം. 2 പ്രാവശ്യം കേട്ടാൽ ഉടനെ മനഃപ്പാടമാക്കാൻ കഴിയും. അഫ്ളു മാ ഖുൽതു, ഞാൻ പറഞ്ഞ വാക്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഞാൻ വന്നബിയ്യൂന മിൻ ഖബ്ലി, എനിക്ക് മുമ്പ് വന്നിട്ടുള്ള നബിമാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നവർ എത്ര വർത്താനം പറഞ്ഞിട്ടുണ്ടാവും? ആ പറഞ്ഞ വാക്കുകളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായത് ആരാ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? താൻ അടക്കമുള്ള അല്ലാഹു നിയോഗിച്ച 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നമ്മളെ പ്രിയപ്പെട്ട മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ പറഞ്ഞ അതുപോലത്തെ എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്കാണ്. ഈ ഹദീസിന്റെ വേറൊരു വിശദീകരണത്തിന് ആവശ്യമില്ല. എല്ലാ പ്രവാചകന്മാരും ഇതിനു വേണ്ടിയാണ് വന്നത്, ഇതിനു വേണ്ടിയാണ് പണിയെടുത്തത്. ഇതാണ് അവരുടെ ആദർശം എന്നതിൽ വളരെ വ്യക്തമാണ്. എന്നാൽ ഓരോ കാലഘട്ടത്തിലും അതിന് 2ാം ഭാഗത്തിൽ മാറ്റം ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയുടെ കാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി, ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ 2ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹി. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഷഹാദത്ത് കലിമ എത്രയാണ്? 2ആണ് അല്ലേ? ആ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ, മറ്റത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതാണ് 2ാമത്തെ ഭാഗം. എന്നാൽ ഈ 2ഉം തന്നെയും 4 എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് തന്നെ ഒന്നല്ല, അത് 2ആണ്. എങ്ങനെയാ 2? ലാ ഇലാഹ എന്ന് പറയുന്നത് ഒന്ന്, ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് മറ്റൊന്ന്. 2ആണ്. ഒന്ന് നെഗറ്റീവാണ്, മറ്റൊന്ന് പോസിറ്റീവാണ്. ലാ ഇലാഹ എന്ന് പറയുന്നത് ഒരു ഇലാഹുല്ല എന്ന് ആദ്യം നിഷേധിക്കലാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദാഹരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 2 അധ്യായങ്ങൾ നമ്മളോട് പണ്ഡിതന്മാർ പറഞ്ഞു തരാറുണ്ട്. ഒന്ന് സൂറത്തുൽ കാഫിറൂൻ, ഒരൊറ്റ നിഷേധമാണ്. മറ്റൊന്ന് സൂറ അൽ ഇഖ്ലാസ്, ഒരൊറ്റ സ്ഥാപനമാണ്. അല്ലാഹു ആരാണ്? അല്ലാഹു അഹദാണ്, സമദാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉംറയ്ക്ക് പോയിട്ട് തവാഫ് ചെയ്ത് എന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സുന്നത്തില്ലേ? ആ 2 റക്അത്ത് നമസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ സൂറ ഇഖ്ലാസും ഓതണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ തൗഹീദ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് 2 ഭാഗമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി വേറൊരു ഭാഗമാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശം തിരിച്ചറിയാത്തതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപജയം. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന് നമ്മൾ ആരും വേണ്ട വിധം പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പോകാൻ കൊടുക്കൂലെന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. നമ്മൾ പണ്ട് മദ്രസയിൽ, നിങ്ങളെ മദ്രസയിൽ ഉണ്ടോ എന്ന് അറിയില്ല, ഞാനൊക്കെ പഠിച്ച മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം കാര്യം 5ആണ്. 1, 2 ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് ഒളിവാക്കി പറയാനാണ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? അത് പഠിക്കണമെങ്കിൽ വേറൊരു മദ്രസ പഠിക്കണം. അത് തിരിയാത്തൊരു കാര്യമുണ്ട്. ഇസ്ലാം കാര്യം 1, 2 ഷഹാദത്ത് കലിമ ആണ് ഞാനൊക്കെ കുട്ടിക്കാലത്തെ മനസ്സിലാക്കിയത്.
ഈ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന്, രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് പിന്നെന്ത് വേണം? മനസ്സിൽ ഉറപ്പിച്ച് പിന്നെന്ത് വേണം? ആ കൊണ്ട് ഒഴിവാക്കി പറയണം. ആരെങ്കിലും ഈ 3 പണിയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ആൾക്കാർ ആരായിരിക്കും? നമ്മളിൽ ആരെങ്കിലും ഉണ്ടാവുക? അർത്ഥം ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്, ഞാനത് എന്നതിന് ശേഷം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാനത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജന്മനാ മുസ്ലിം ആണല്ലോ. എന്നാൽ പൊതുവായി ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ ഇതൊക്കെ കൃത്യം അറിഞ്ഞിട്ട് അവർ നാവുകൊണ്ട് തന്നെ ഉച്ചരിക്കും, എന്നാലേ അവരാവും. നമുക്കിത് ഓസിയായിട്ട് കിട്ടിയതാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇത് തരാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല അല്ലേ അതിന്റെ അർത്ഥം? അർത്ഥം അറിഞ്ഞല്ലോ. ഞാൻ പറയുന്നു അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമാവൂല. നിങ്ങൾ അല്ലാഹുവിനും ഇലാഹിനും അവിടെ അർത്ഥം പറഞ്ഞിട്ടില്ല. നിങ്ങൾ അല്ലാതെ ഇല്ല എന്നല്ലേ ചേർത്തിട്ടുള്ളൂ. അള്ളാന്റെ അർത്ഥം എന്താണ്? ഇലാഹിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ തുടങ്ങി പിന്നെ എന്തെല്ലോ ചോദിക്കുകയാണല്ലോ എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്കും ഇലാഹിനൊക്കെ ഒറ്റ അർത്ഥമുള്ളൂ. ആ അർത്ഥം എങ്ങനെ അറിയും? ആ അർത്ഥം അറിയണമെങ്കിൽ നല്ലൊരു വിദ്യ പുതിയ മുസാഫുകളിൽ റബ്ബ്, ഇലാഹ്, അള്ളാഹ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ഒരു ചുവന്ന കളറിൽ കാണാം അല്ലേ? കാണുമോ? കാണും. എന്താ ഇതിന്റെ അർത്ഥം? കുട്ടികളോട് ചോദിച്ചാൽ പറയും ആ പേജിൽ 3 അർത്ഥം ഉണ്ട്, മറ്റേ പേജിൽ 5 അർത്ഥം ഉണ്ട്. അങ്ങനെ 5 അർത്ഥം ഉണ്ടാകാനല്ല. അള്ളാഹു ഇലാഹ് എന്ന് പറഞ്ഞ ഈ പദം ആ ആയത്തിൽ വെച്ചുകൊണ്ട് പഠിച്ചാൽ അള്ളാഹ് തിരിയുന്നുള്ളത് കൊണ്ടാണ്. ഏതുപോലെ ആയത്തിൽ കുറിച്ച് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവിടെ അള്ളാഹു ഉണ്ട്, ഇലാഹു ഉണ്ട് അല്ലേ? പിന്നെന്തുണ്ട്? 2 പദം, ഹയ്യുണ്ട്, അൽ ഖയ്യൂം ഉണ്ട്. ഈ ഹയ്യും ഖയ്യൂമും ശരിക്കും മനസ്സിലാക്കിയാലാണ് അള്ളാഹിനെ തിരിയുള്ളൂ. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നൊന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നിയന്ത്രിക്കുന്നവരാണ്. മടവൂരിലെ ഔലിയയാണ് മൊത്തത്തിൽ മുദബ്ബിറുൽ ആലം എന്ന് വിശ്വസിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയോ? ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് മടവൂർ ശൈഖാണ് എന്നൊരാളെ വിശ്വസിച്ചാൽ ഈ ഖയ്യൂമിന് എന്തർത്ഥം? അപ്പൊ അള്ളാഹുവിനെ തിരിയണമെങ്കിൽ അള്ളാഹു, ഇലാഹ്, റബ്ബ് എന്ന് പേരുകൾ വന്നിട്ടുള്ള ആയത്ത് നമ്മൾ ഇരുന്നിട്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം അറിയും. ആ അർത്ഥം പറഞ്ഞാലോ മനസ്സിലത് ശരിക്കും രൂഢമൂലമാവും. പിന്നെ നാവ് കൊണ്ട് ഒളിവാക്കിയെന്ന് പറയും. അങ്ങനെ പറയുമ്പോഴാണ് ആളുകൾക്ക് മാറ്റം വരുന്നത്. നമ്മളെ മനസ്സിലേ ഇതില്ല, പിന്നെങ്ങനെ ജനങ്ങളിൽ നമ്മൾ എത്തിക്കും? പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശം എന്നതിന്റെ ഒരു തെളിവ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ ആദർശം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനും അതിന്റെ വിശദാംശങ്ങൾക്ക് എനിക്ക് അറിയാം എന്ന് പറയാനും ഞാൻ ജീവിക്കുന്നതും അതിനു വേണ്ടിയാണ് എന്ന് ആരോടും ധൈര്യത്തോടുകൂടി മുഖത്ത് നോക്കി പറയാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഇത് നമുക്ക് തിരിയണം. ഓരോ വീട്ടിലും ഒരു മുസ്ലിം കുഞ്ഞ് പറക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തുണ്ട്. എന്താ സുന്നത്ത്? വലത് കാതിൽ ബാങ്ക് കൊടുക്കണം, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കണം. ബാങ്ക് ഇഖാമത്ത് എന്തിനാ കൊടുക്കുന്നത്? നിസ്കരിക്കാനല്ലേ? സാധാരണ ബാങ്ക് ഇഖാമത്ത് എന്തിനാണ്? നിസ്കരിക്കാനാണ്. ആ ബാങ്ക് ഇഖാമത്തിൽ നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കേതാണ്? ഹയ്യ അലൽ സലാ എന്ന് പറയുന്നതും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്നതുമാണ്. കാരണം നിസ്കാരത്തിന്റെ ഒരു വിളിയല്ലേ. ഇപ്പോൾ ജനിച്ചു വീണ കുട്ടിക്ക് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ടാവുമല്ലോ, നമുക്കും നമ്മുടെ രക്ഷിതാക്കൾ തന്നിട്ടുണ്ടാവുമല്ലോ. എന്തിനാണ് ഇപ്പോൾ ജനിച്ചു വീണ കുട്ടിക്ക് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നത്? 2 അഭിപ്രായ പണ്ഡിതന്മാർക്കുണ്ട്. ഒരഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും ഇല്ലാത്തൊരു നിസ്കാരം വരാനിരിക്കുന്നുണ്ട്. അതാണ് കേട്ടാൽ തന്നെ പൊടിയാണ് അല്ലേ? ഞാൻ ഏതാന്ന് പറയുന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ബാങ്കും ഇഖാമത്ത് കൊടുത്തു കൊടുക്കുകയാണ്. രണ്ടാമത്തെ മറ്റൊരു അഭിപ്രായമാണ് പണ്ഡിതന്മാരുടെ, ഈ കുട്ടി പുല്ലുപോലും ദൂരദൂരൽ ഫിത്ര എന്ന് പറഞ്ഞതുപോലെ ശുദ്ധപ്രകൃതിയിൽ ജനിച്ച മുസ്ലിം കുട്ടിയാണ്, ഇസ്ലാമിന്റെ കുട്ടിയാണ്. അതുകൊണ്ട് ഈ കുട്ടി ആദ്യമായി കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഈ ആദർശവാക്യമാണ്. അതുകൊണ്ട് ഈ ബാങ്ക് കൊടുക്കണം. ഇതാണ്
ഇനിയോ ഈ കുട്ടി ഏതിനു വേണ്ടി ജീവിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കണം. ഈ ആദർശം കേട്ട് വന്നിട്ട് ഞാൻ ആർക്കോ വേണ്ടി ജീവിച്ചുകൊള്ള എന്ന് പറയാൻ പറ്റൂല. ഇന്നലെ ഒരു നാസ്തികന്റെ ഉമ്മ മരിച്ചു. ആ ഉമ്മ ഇവൻ ജനിച്ചപ്പോ ബാങ്ങു ഇക്കാമത്ത് കൊടുത്ത ഉമ്മയാണ്, അല്ലെങ്കിൽ ഉപ്പയാണ്. ഇവൻ നാസ്തികനായപ്പോൾ ഉമ്മ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. കാണാൻ പറ്റൂലല്ലോ. ഈ ഉമ്മക്കെതിരെ മരിച്ചതിന് ശേഷം ഈ മോൻ മോശമായ ഒരു പോസ്റ്റ് ഇന്നലെ ഇട്ടു. ആള് പോസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര കുടുങ്ങിയിട്ടുള്ളത്. ഞാൻ മരിച്ചിട്ട് ഉമ്മാനെ വെറുതെ വിട്ടില്ലാലോ. അങ്ങനെ ബാങ്കു ഇക്കാമത്തും വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും കൊടുത്തിട്ടുണ്ട് നമ്മളെ രക്ഷിതാക്കൾ. എങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശമായി പ്രവർത്തിക്കണം. ഇനി അവസാനമായി മരിക്കാൻ കിടക്കുമ്പോൾ മറ്റൊരു സുന്നത്ത് കൂടിയാണ്. ആ സുന്നത്ത് എന്താണ്? ആ സുന്നത്ത് ആരെങ്കിലും മരണാസനായി ഗർഭഗൃഹത്തിൽ ഏറ്റവും ആദ്യം വർക്കൗട്ടാവുന്ന ഒരു അവയവം ഏതാണ്? ചെവിയാണ്. ഒരു നാവ്, രണ്ട് ചെവിയാണ്. അതുകൊണ്ട് അല്ലാഹ് നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം ചെവിയാണ്. അവസാനമായി ഒരാൾ മരിക്കുമ്പോൾ അയാളെ കഴിവുകളിൽ ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെടുന്നത് ഏതാണ്? ശരിയാണ്. കാൽമന്ന് ഇങ്ങനെ ഇങ്ങനെ വരും. കൈ നമ്മൾ തൊട്ടുമ്പോൾ പൾസില്ല എന്ന് പറയും, ചുണ്ട് അനങ്ങുന്നില്ല എന്ന് പറയും, കണ്ണടഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയും. എന്നാലും അയാൾ അവസാനത്തെ ശബ്ദം കേൾക്കും. അപ്പോഴാണ് നമ്മൾ ചെല്ലി കൊടുക്കുന്നത് ലാ ഇലാഹ. ഇയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് വന്ന ഒരു മനുഷ്യനാണ്. അവസാനം ഭൂമുഖം വിട്ടുപോകുമ്പോഴും ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കട്ടെ എന്നാണ് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആദർശം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വന്തം ആദർശമല്ല, നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ട ഒരു ആദർശമാണ്. അതിനുവേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇതുവരെയുള്ള 75 വർഷത്തെ ജമാഅത്തിന്റെ പ്രവർത്തനം, അതിന്റെ ആദർശവും ലക്ഷ്യവും വിശുദ്ധ ഖുർആനും സുന്നത്തും ആധാരമാക്കി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കുവാനും, പടച്ചതമ്പുരാന്റെ മുമ്പിൽ എത്തിയാൽ പടച്ചോനെ നിന്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ട ഘട്ടത്തിൽ ഈ മാർഗത്തിൽ വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാനും കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെ മക്കളും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറി നാളെ പരലോകത്ത് അല്ലാഹ് ഇവിടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പടച്ചോനെ നിന്റെ മാർഗത്തിലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ ഈ സമ്മേളനം നമുക്ക് വലിയ ധൈര്യവും ശക്തിയും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയെ ഔപചാരികമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി